പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പറയുന്നത്, ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ച് ചിലർ പറയുന്നു മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല എന്നും, മറ്റു ചിലർ പറയുന്നു മഅ്മൂം ഫാത്തിഹ ഓതാത്ത അവസ്ഥയിൽ അവന് നമസ്കാരമില്ല എന്ന്. ഇതിൽ ഏതാണ് ശരി എന്ന് പ്രമാണബദ്ധമായി ഒന്ന് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമസ്കരിക്കുന്ന എല്ലാ ആളുകളും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അത് ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും. ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഗോപ്യമായി ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും ശരി, എല്ലാ നമസ്കാരങ്ങളും ഇമാമും മഅ്മൂമും ഫാത്തിഹ ഓതൽ അനിവാര്യമാണ്. ഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നതാണ് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഒരു ശരിയായ വശവുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം. മസ്ബൂക്കായ ആളിന് മാത്രമാണ്, അഥവാ ഒരാൾ വൈകി വന്നപ്പോൾ ഇമാം റുക്കൂയിലാണ് എങ്കിൽ അയാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നേരെ റുക്കൂയിലേക്ക് പോകാം. അയാൾക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും ഫാത്തിഹ ഓതണമെന്നാണ് ഷെയ്ഖ് ഉസൈമീൻ ആ വിഷയത്തിൽ കൊടുത്ത മതവിധി. അതാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. അല്ലാഹു തആല ആലം. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.